ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം കൃഷ്ണാർപ്പണ നമസ്തു. എല്ലാ പ്രിയപ്പെട്ട വ്യക്തികൾക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അകന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഒരു കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ടോ, നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിലിരിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു നിമിഷം, അതുപോലെ തന്നെ വീണ്ടും ഒരു റീയൂണിയൻ സാധ്യമാണോ, അതുപോലെ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി ഹാപ്പിയാണോ എന്നും കൂടിയാണ് നമ്മളിന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ടാറോ റീഡിങ്ങിന് ഒരു നിർദ്ദേശമായിട്ട് മാത്രം കാണുക. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. ഈ ഒരു റീഡിങ് ഇന്ന വ്യക്തികൾക്ക് വേണ്ടിയല്ല, ഇത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്കും ഏത് സമയത്തും കാണാവുന്ന റീഡിംഗ് ആണ്. അപ്പം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാലോചിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ മെമ്മറീസൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു സമയത്ത് കൊണ്ടുവരിക. നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയായിരുന്നു അവർ. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു റീയൂണിയൻ സാധ്യമാണോ, അതുപോലെ തന്നെ അവരുടെ നിലവിലത്തെ ആ ഒരു ജീവിത സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി ഹാപ്പിയാണോ അല്ലെങ്കിൽ അൺഹാപ്പി ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ. ഇപ്പോൾ കാർഡുകൾ എടുത്ത് നോക്കാം. സർവം കൃഷ്ണാർപ്പണ നമസ്തു. കാർഡുകൾ എടുത്ത് നോക്കാം. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരുമാകാം. ഹസ്ബൻഡാകാം, വൈഫാകാം, പാർട്ട്ണറാവാം, ലവറാവാം, ലിവിങ് ടുഗദറിലുണ്ടായിരുന്ന വ്യക്തിയാവാം, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാം. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് തന്നെ ഇത് ക്ലിയറായിട്ട് കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് മിസ് ചെയ്യുന്ന പോലെ ഒരു ഇതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു അഭാവം അവരുടെ ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ശൂന്യത സൃഷ്ടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെയും വഴക്കുകളുടെയും ഒക്കെ ഫലമായിട്ടായിരിക്കും. അപ്പോൾ ചില വ്യക്തികൾക്കാണെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോയതായിരിക്കാം, ചിലവർക്കാണെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാവാം, ചിലവർക്ക് മറ്റു വ്യക്തികളുടെ ഒരു ഇടപെടൽ കൊണ്ടാവാം നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് എൻഡ് ആകാനായിട്ട് കാരണം അവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ ബന്ധം. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, വിധിയുടെ ചക്രം തിരിയുകയായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്നവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുണ്ട് എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളോട് വളരെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്നേഹമാണ്. ഇപ്പോഴും അവർ ഭയങ്കര ആ ഒരു സ്നേഹത്തെ അവർ ഒരുപാട് വാല്യൂ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പം ചില യാഥാർത്ഥ്യം ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വന്ന് പഴയതുപോലെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു തെറ്റ് പറ്റിയതിൽ അവർക്ക് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹം, ഇവരൊരു ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളിവരെ സ്നേഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പണം കണ്ടിട്ടോ ഇവരുടെ പദവി കണ്ടിട്ടോ ഇവരുടെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടോ ഒന്നുമല്ല. നിങ്ങൾ സ്നേഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റു പലരും അവരുടെ പദവിയും പണവും അതുപോലെ തന്നെ അവരുടെ സ്ഥാനമാനങ്ങളും ഒക്കെ കണ്ടിട്ടാണ് സ്നേഹിച്ചത്. ആ ഒരു വ്യക്തിയെ അല്ല സ്നേഹിച്ചത്. കാര്യം ആ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കാര്യങ്ങളെയാണ് സ്നേഹിച്ചത്. പക്ഷെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ആ പേഴ്സണെയാണ് നിങ്ങളെ സ്നേഹിച്ചത്. അപ്പോൾ അതാണ് നിങ്ങളെയും മറ്റുള്ളവരെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു കാര്യം, വേറിട്ട് നിർത്തുന്ന ആ ഒരു കാര്യം.
അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് ശക്തമായിട്ട് അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ഒരു തുടക്കം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവർ നിങ്ങളുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന സമയത്ത് ഇവരെപ്പോഴും ഇവരുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു മൈൻഡാണെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. എൻ്റെ വ്യക്തിക്ക് എന്നെ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് എൻ്റെ വ്യക്തി. അപ്പോൾ എൻ്റെ വ്യക്തിക്ക് ഇനി പ്രാധാന്യം കൊടുക്കണം. എൻ്റെ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ലോകം ഞാനായിരുന്നു, പക്ഷേ ഞാനതൊക്കെ തിരിച്ചറിയാതെ പോയി എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വരുന്നുണ്ട്. ഇവർ ജീവിതത്തിലായിരുന്നപ്പം പാസ്റ്റിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവരൊരിക്കലും നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുത്തിരുന്നില്ല. ഇവർ പക്കാ സെൽഫിഷ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇപ്പോഴിവർ മാറി ചിന്തിക്കാനായിട്ട് ഇവർ തയ്യാറാകുന്നുണ്ട്. ഇവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. കാര്യം ഇവർ അത്രത്തോളം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ബ്ലോക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ബ്ലോക്കൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഒരു ഫോണിൽ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ബ്ലോക്കൊക്കെ ഒരു 8 ഡേയ്സ് മുതൽ ഒരു 8 വീക്സിനുള്ളിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്ലോക്കൊക്കെ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. കാര്യം ഇവരായിട്ട് ബ്ലോക്ക് ചെയ്ത് പോയതായിരിക്കാം നിങ്ങളെ. കാര്യം എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പുറത്ത്. കാര്യം ഇവരെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പിടിക്കാനായിട്ട് പോയ സമയത്ത്, പുതിയ ബന്ധങ്ങളിലേക്ക് പോയ സമയത്ത് ഇവരൊരിക്കലും നിങ്ങളെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ആകാം ഇത് പറയുന്നത്, നിങ്ങളുടെ വൈഫിനെ കുറിച്ചാവാം, നിങ്ങളുടെ ലവറിനെ കുറിച്ചാവാം, ആരെങ്കിലും കുറിച്ചാവാം. പക്ഷേ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അവരെ ജെന്യുവനായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് കാഴ്ചപ്പാടുകളിലൊരു മാറ്റം വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയൊരു വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നത് തന്നെ അതിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളെ, ഇവിടെ ഇവർ സെൽഫിഷ് ആയിരുന്നായിരിക്കും ഇവർ പാസ്റ്റ് ലൈഫിൽ, പക്ഷേ ഇപ്പോഴും ഇവർ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഇവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വന്ന് ഒരു സംസാരിച്ച് മുന്നോട്ട് ഈ ഒരു ബന്ധം കൊണ്ടുപോകാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല സംസാരം നിങ്ങൾക്കിടയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബ്ലോക്ക് മാറ്റാനുള്ളൊരു സാധ്യത വളരെ പെട്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ബ്ലോക്ക്ഡ് ആണെങ്കിൽ, വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ ആണെങ്കിൽ അത് ബ്ലോക്ക് മാറ്റി അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങളുള്ളതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഓർമ്മകളൊക്കെ ഇവരെ ചുട്ടുപൊള്ളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് പല കാര്യങ്ങളും അവർക്ക് മിസ്സിങ് ആണ്. ഇപ്പോൾ അവർക്ക് എല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ മിസ്സിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഏത് സാഹചര്യത്തിലായാലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് റീഡിംഗ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു പോയ കാര്യങ്ങൾ അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. അതുപോലെ തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്, ഏത് ബന്ധമാണെങ്കിലും ആ ഒരു ബന്ധത്തിൽ എൻ്റെ പങ്കാളിക്ക് അർഹതപ്പെട്ട ഒരു പരിഗണന കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ മുൻവിധിയോടുകൂടി മുൻധാരണകളിലൂടെ ആയിരുന്നു എൻ്റെ പങ്കാളിയെ സമീപിച്ചിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയെ കണ്ടിരുന്നത്. മറ്റൊരാളുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ കൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ ബന്ധം എൻ്റെ ആവരുതായിരുന്നു. ശരിക്കും എൻ്റെ പങ്കാളിയെ ഞാൻ വിശ്വസിക്കണമായിരുന്നു. എൻ്റെ പങ്കാളിയിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഞാനായിരുന്നു അത് ചൂണ്ടിക്കാട്ടേണ്ടത്. അങ്ങനെ തിരുത്തി ബന്ധം വളരെ മനോഹരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇവരുടെ എടുത്തുചാട്ടത്തിൻ്റെ ഫലമാണ് നിങ്ങളുടെ നല്ലൊരു ബന്ധം എൻ്റെ ആയതെന്ന് ഇവർക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. അവർ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോൺടാക്റ്റിലാണെന്ന് പറയുന്നു. കംപ്ലീറ്റ്ലി നോ കോൺടാക്റ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്കൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് പ്രിയപ്പെട്ട വ്യക്തികളെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോളൊക്കെ വളരെ പെട്ടെന്ന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ച് കാർഡുകളും കൂടെ നമുക്ക് എടുത്തു നോക്കാം. ആ ഒരു വ്യക്തിയുടെ നിലവിലത്തെ അവസ്ഥയും കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിലവിലത്തെ സാഹചര്യത്തിൽ സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ എന്ന് നോക്കാം.
ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യം ഏതായാലും അവരവിടെ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതി അല്ല എന്നാണ് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും, എന്തൊക്കെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ പോലും അവർ ഇപ്പോഴാഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് അവരുടെ ലൈഫിൽ. അതാണ് ഇവിടെ ഒരു എംപ്രസ് കാർഡ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വ്യക്തി എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം ഈ ഒരു കാർഡ് അതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെൻറ്റ് തന്ന് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട് കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഇപ്പോഴും നിലവിലത്തെ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഒക്കെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ, നിലവിലത്തെ ഈ ഒരു ബന്ധത്തിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊറ്റപ്പെട്ട്, കാര്യം ഒരുപാട് ഈ ഒരു തേർഡ് പാർട്ടികളിൽ നിന്ന്, ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമാണ് ഇവർ പോയെങ്കിൽ തേർഡ് പാർട്ടി ഇവരെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവർക്ക് മധുര വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ മോഹ വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇവരെ നിങ്ങളിൽ നിന്ന് അകറ്റി തേർഡ് പാർട്ടിയുടേതാക്കി മാറ്റി. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ കുടുംബമാകാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളാകാം, മറ്റൊരു സ്ത്രീയാകാം, മറ്റൊരു പുരുഷനാകാം. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇവർക്കിപ്പോൾ ഒരു വഞ്ചന നേരിടേണ്ടി വരുന്നതായിട്ടാണല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഒരു രഹസ്യങ്ങളുടെ കൂമ്പാരമായിരുന്നു ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം മറ്റൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവരെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് കനത്ത ഒരു തിരിച്ചടി ഈ ഒരു വ്യക്തി നേരിടേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് പ്രിയപ്പെട്ട വ്യക്തികളെ. അതിവരെ ഭയങ്കര ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് പോയൊരു ബന്ധമാണ്. കാര്യം നിങ്ങളെ കളഞ്ഞിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയപ്പം അവിടെ അവർക്ക് എല്ലാം നേടിയെന്നാണ് അവരുടെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് തേർഡ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തേർഡ് പാർട്ടി ഇവരെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവരെ തേർഡ് പാർട്ടിയോടൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വളരെ അകന്നു കഴിയുന്ന വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എവിടെ തനിക്ക് തെറ്റുപറ്റിയെന്നുള്ളൊരു ചിന്ത അവരിൽ വന്നിട്ടുണ്ട്. ശരിക്കും എന്താണ് എനിക്ക് തെറ്റ് അവർ ചിന്തിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ഒരു സെൽഫ് റിഫ്ലക്ഷൻ മോഡിലാണ് അവർ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് പിഴച്ചത് എന്നുള്ളൊരു തെറ്റ് തിരുത്താനായിട്ട്, അല്ലെങ്കിൽ അതവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചറിവ്, ഒരു സ്വയം തിരിച്ചറിവ് വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി പല കള്ളങ്ങൾ ഇവരിൽ നിന്നും പല കാര്യങ്ങൾ ഇവരിൽ നിന്ന് മറച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട്. പല കള്ളങ്ങൾ ഇവരെടുത്ത് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അവർ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഒരു കുടുംബമാണെങ്കിൽ ഇവരുടെ സമ്പത്ത് മാത്രം മുന്നിൽ കണ്ട്, അല്ലാതെ ഇവരോട് സ്നേഹമൊന്നുമില്ലായിരുന്നു. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടായിരുന്ന വ്യക്തി നിങ്ങൾ മാത്രമായിരുന്നു ഇവർ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ഇവർ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാര്യങ്ങളെയൊക്കെ ഒറ്റയ്ക്കിരുന്നവർ ചിന്തിക്കുന്നുണ്ട്. എന്താണ് എനിക്ക് തെറ്റുപറ്റി, ഒരു ഇടുത്തി വീണ പോലെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി അതീവ ദുഃഖിതനാണ് എന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ഒരു കെയറിങ് ഒക്കെ അവർക്ക് ഭയങ്കര മിസ്സിങ് ആണ്. കാര്യം നിങ്ങളൊരു മദർലി കെയറാണ് ഇവർക്ക് കൊടുത്തിരുന്നത്. ഒരു അമ്മ, അവർക്ക് അമ്മയില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരു മദർലി കെയർ, അതുപോലെ നിങ്ങളവരെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത്രത്തോളം നിങ്ങളവർക്ക് ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്നേഹമൊക്കെ നിങ്ങൾ കൊടുത്തിരുന്നൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പല സാഹചര്യങ്ങളും മറന്ന് നിങ്ങളുടെ പല സന്തോഷങ്ങളും ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചതായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വേണ്ടി നിലകൊണ്ട ആ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്നകന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുടുംബത്തിൻ്റെയൊക്കെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് നിങ്ങളിലേക്ക് വീണ്ടും വന്ന് നിങ്ങളുമായിട്ട് പഴയ പോലെ ആ ഒരു ബന്ധം പുനരാരംഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തി. അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സും, അതുപോലെ തന്നെ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ റീഡ് ചെയ്തത്. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈ ഒരു ബന്ധം പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് റീഡിങ്ങിലുടനീളം കണ്ടത്.
അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. അവരതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ കുടുംബമാണെങ്കിൽ പോലും അവരുടെ പണം കണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പദവിയും അവരുടെ ചുറ്റുപാടുകളും കണ്ട് മാത്രമാണ് അവരെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വേറിട്ട് സ്നേഹിച്ചിരുന്നത് നിങ്ങൾ മാത്രമാണെന്നുള്ളൊരു ചിന്ത അവരെ അസ്വസ്ഥനാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അസ്വസ്ഥയാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മെസ്സേജും കൂടെ നോക്കാം. ആ ഒരു വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത് നോക്കാം. നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. ദ സോഫ്റ്റനിങ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇമോഷണൽ വാൾസ് ആർ മെൽറ്റിംഗ്, അതായത് മഞ്ഞുരുകുന്നു. കണ്ടോ, വളരെ കറക്റ്റായിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ അവസാനിച്ച് ഒരു മഞ്ഞുരുകുന്നതായിട്ടാണ് കാണുന്നത്. ബന്ധം വീണ്ടും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ദ റിട്ടേൺ എന്ന് പറഞ്ഞൊരു കാർഡാണ്. പാസ്റ്റ് എനർജി ഈസ് റീഅപ്പിയറിങ്, എ ലവ് നോട്ട് ഗെറ്റ് ഫിനിഷ്ഡ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രണയഗാഥ പൂർണ്ണമായിട്ടില്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ദ ബ്ലോക്കേജ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. സംതിങ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ വേ ഓഫ് ലവ് റൈറ്റ് നൗ, അതായത് ചില കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ചില എനർജീസൊക്കെ, ചില ബ്ലോക്കേജസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അവർ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചില എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ശരിക്കും ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ. അതായത് ഇവരുടെ കുടുംബമാകാം, മറ്റു വ്യക്തികൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, തേർഡ് പാർട്ടിക്ക് ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷേ അതിൽ നിന്നൊക്കെ അകന്ന് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ദ ലോയൽ ഹാർട്ട് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. എ സ്റ്റഡി ലവ് ദാറ്റ് ചൂസസ് യു അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറയുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം ആ ഒരു വ്യക്തിക്ക് ഒരു നിമിഷം തോന്നുന്നുണ്ട്. ചില ബ്ലോക്കേജസ് ഒക്കെ ഉണ്ട് അവർക്ക് ഹീൽ ചെയ്യാൻ. അവരുടെ ജീവിതം തന്നെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് ആ ഒരു വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വന്ന് വീണ്ടും ഈ ഒരു ബന്ധം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കിവിടെ റീഡിംഗ് എടുത്തപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊക്കെ ഒന്ന് റീച്ചാക്കി തരിക. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ചാനൽ ഇത്രയും ഉയരങ്ങളിലെത്താൻ കാരണമായത്. അപ്പം വീണ്ടും നിങ്ങളുടെ ഇത്തരം സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ റീഡിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്താറുള്ളത്. കൂടുതൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് വീഡിയോസിനേക്കാളും കൂടുതൽ ടാറോ റീഡിങ്ങിനേക്കാളും നമ്മൾ ചെയ്യുന്ന റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.